നമസ്കാരം. ഒരു മനുഷ്യൻ്റെ ഉറക്കമില്ലാത്ത സ്വപ്നങ്ങളാണ് നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തുന്നത്. മനസ്സിലായില്ല അല്ലേ? മലയാളികളായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? സുഖമായി സ്വസ്ഥമായി ഒന്നുറങ്ങുക. അപ്പോൾ സ്വസ്ഥമായി ഉറങ്ങാൻ, സുഖമായി ഉറങ്ങാൻ പറ്റിയ ഒരു സ്ഥാപനത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഏതാണ്ട് 42 വർഷത്തെ സേവന പാരമ്പര്യമാണ് മാട്രസ് നിർമ്മാണ രംഗത്ത് ഈ സ്ഥാപനത്തിന് ഉള്ളത്. വ്യത്യസ്തമായ 23 ടൈപ്പ് മോഡലുള്ള മാട്രസ്, അതുപോലെ തന്നെ നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ട്. അതെല്ലാം അറിയണ്ടേ? സ്ഥാപനത്തിൻ്റെ പേര് വെസ്റ്റേൺ മാട്രസ് സൂപ്പർ സ്റ്റോർ. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് അക്ഷരനഗരിയായ കോട്ടയം ജില്ലയിലെ മണർകാട് പാമ്പാടി റോഡിലെ അങ്ങാടിവയൽ എന്ന സ്ഥലത്താണ്. വ്യത്യസ്തമായി ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട്. സുഖമായി ഒന്നുറങ്ങണ്ടേ? ഖമാൺ. വെസ്റ്റേൺ മാട്രസിൻ്റെ പ്രിയപ്പെട്ട MD ജോസി ജോസാണ് എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് സുഖകരമായ ഉറക്കം പ്രദാനം ചെയ്യുന്ന ഒരു മാന്യ വ്യക്തി. നമസ്കാരം. നമസ്കാരം. നമുക്ക് ഒരു കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം പായ്ക്കഡായിട്ടുള്ള ബെഡുകളും മാട്രസുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ, ഭയങ്കര വ്യത്യാസമാണല്ലോ. അതെന്താണ് അങ്ങനെ? ശരിക്കും ഇതിൻ്റെ ഒരു തോട്ട് ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളൊരു 42 വർഷമായിട്ട് ഈ മാട്രസിൻ്റെ നിർമ്മാണ മേഖലയിൽ ഉണ്ട്. നമ്മൾ റീറ്റെയിൽ തുടങ്ങിയത് അധികം കാലമായിട്ടില്ല, ഒരു 6-7 വർഷമായിട്ട് നമ്മൾ റീറ്റെയിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഡീലേഴ്സ് മീറ്റൊക്കെ വിളിക്കുമ്പം യാദൃശ്ചികമായിട്ട് നമ്മുടെ ഒരു ഡീലർ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആൾ 10-20 വർഷമായിട്ട് നമ്മുടെ മാട്രസ് വിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മാട്രസ് എന്താണെന്നോ എന്തിനുള്ളതാണെന്നോ ആൾക്കറിയില്ല. ആൾ എല്ലാവർക്കും അതാണ് സജസ്റ്റ് ചെയ്തത്. നമുക്ക് ഓരോ ഏജ് ഗ്രൂപ്പിനും, ഓരോ സ്ലീപ്പിംഗ് ഹാബിറ്റ് ഉള്ളവർക്കും, ഓരോ ബോഡി ഹാബിറ്റ് ഉള്ളവർക്കും എല്ലാം സെപ്പറേറ്റ് മാട്രസാണ്. അപ്പം നമ്മൾ നോർമലി ഒരു കടയിൽ പോയാൽ നമുക്ക് അവിടെ നിന്ന് അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. എല്ലാ ടൈപ്പ് മാട്രസും ആ കടയിൽ ഉണ്ടാവും. പക്ഷേ ഒരു പരിധി വരെ സെയിൽസ്മാൻ അത് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞോളണമെന്നില്ല. ഇനി അറിയാമെങ്കിൽ തന്നെ ചിലപ്പോൾ പ്രൈസ് റേഞ്ച് അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ മാക്സിമം ഈ കുത്തിച്ചാരി വെക്കുന്നതുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് സൈഡിൽ നിന്ന് പിടിച്ചു നോക്കാം എന്നല്ലാതെ നമുക്ക് ആ മാട്രസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് നമ്മൾ എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ട് കിടക്കുമ്പോഴായിരിക്കും നമുക്ക് ആ കംഫർട്ടിലൂടെ എത്തത്തില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലോട്ട് എത്തിയത്. കുറേ നാളായിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ അത് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു. ഇപ്പം നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന നമുക്ക് ആ സ്വപ്നങ്ങളാണ് ഞങ്ങളെ ഉറക്കത്തിലേക്ക് നയിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും നമ്മുടെ ലിസ്റ്റിൽ ഒരു 23 ഡിഫറെൻറ്റ് ടൈപ്സ് മാട്രസ് ഉണ്ട്. ആ 23 എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പം ആ 23 മാട്രസ് നമ്മളിവിടെ നമ്മൾ വീട്ടിൽ ചെന്നാൽ, നമ്മളൊരു മാട്രസ് വാങ്ങിച്ച് വീട്ടിൽ ചെന്നാൽ എങ്ങനെയാണ് നമ്മൾ ഷീറ്റ് വിരിച്ച് കിടക്കുന്നത് അതുപോലെ നമ്മൾ വിരിച്ചിട്ടേക്കുക. അപ്പോൾ നമുക്ക് ഒരാൾ മാട്രസ് എടുക്കാനുള്ള ആൾ ഒരു മാട്രസ് എടുക്കുന്നത് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ അല്ല, മിനിമം ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തേക്കായിരിക്കും. ആ സമയത്തേക്ക് നമ്മൾ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് സമയമെടുത്ത് ഓരോ മാട്രസും ഇരുന്ന് കിടന്ന് നമ്മുടെ ഏത് സ്ലീപ്പിംഗ് ഹാബിറ്റാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് നമുക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കല്ല, ഫാദറിനാണ്. ഞാൻ ഇതിലോട്ട് വന്നിട്ടൊരു 15 വർഷമായിട്ടുള്ളൂ. എന്നാലും അതിൽ നിന്നൊരു എക്സ്പീരിയൻസ് നമുക്ക് അവർക്ക് കുറേ മാട്രസ് പരമ്പരമായി കൈമാറി വന്ന ആ ഒരു സംഭവമല്ലേ. പപ്പായായിട്ട് തുടങ്ങിയ കമ്പനിയാണ് ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പുള്ള. അല്ല, എനിക്ക് സന്തോഷം തോന്നി എന്താണെന്നറിയാം, ഞാനിവിടെ വരുമ്പോൾ ഒരു ഫാമിലി, കുറച്ച് കുട്ടികൾ ഇവിടെ 10-23 ബെഡുകൾ ഇങ്ങനെ ഇട്ടേക്കാണല്ലോ, റൂമിൽ ഇട്ടേക്കുന്ന പോലെ, അവർ ചാടി മറിഞ്ഞ് ഹാപ്പി ആയിട്ട് നോക്കുന്നു. അവർക്ക് ഒരു റെസ്ട്രിക്ഷൻസും കൊടുക്കില്ല. കാരണം അവർ
ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ വരുന്ന പിള്ളേർക്ക് ആണെങ്കിൽ അവർക്ക് പറ്റിയ രീതിയിലുള്ള മാട്രസ്. അല്ല, ആ കുട്ടി പറഞ്ഞു ആ ഡാഡി എനിക്ക് ആ ബെഡ് മതി എന്ന് പറഞ്ഞു. കാരണം നമ്മൾ എല്ലാ മാട്രസും പിള്ളേർക്ക് ഓക്കെ ആയിരിക്കില്ല. പിള്ളേർക്ക് കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം എന്നാൽ ആ രീതിയിലുള്ള. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഇഷ്ടം പോലെ അവർ നടന്ന് ചൂസ് ചെയ്യും. അപ്പോൾ ഈ ക്വിൽട്ടൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ കാര്യം പിള്ളേരൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് മുഷിയരുത്, അതുകൊണ്ടാണ്. അപ്പോൾ വരുന്നവർക്ക് വന്ന് കിടന്ന് അവരുടെ ഇഷ്ടപ്പെട്ട മാട്രസ് ചൂസ് ചെയ്യാം. ഈ 23 മാട്രസ് കൂടാതെ ഇപ്പം ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു കസ്റ്റമൈസേഷൻ വേണം, ഈവൻ കളറ് അല്ലെ ഹൈറ്റ്. ചിലപ്പം കട്ടിലിൻ്റെ ഹൈറ്റ് അനുസരിച്ചൊക്കെ മാട്രസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഹൈറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്നെസ്, ഹാർഡ്നെസ്, ഈ രീതിയിൽ ഏത് രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ആണെങ്കിലും നമുക്ക് വിതിൻ 1 ഡേ ചെയ്യാൻ പറ്റും. അതിനുള്ള സംവിധാനം നമുക്ക് ഉണ്ട്. അപ്പോൾ വ്യത്യസ്തമായ മാട്രസൊക്കെ എനിക്കൊന്ന് കാണണം. ഓക്കെ ഓക്കെ. അപ്പം ജോസി മാഷേ, ഒരു മാഷി ചോദിക്കുന്ന പോലെ ചോദിക്കുക, മാട്രസിനെ എത്രയായി ഡിവൈഡ് ചെയ്യുന്നു? അതായത് നമ്മൾ മാട്രസിനെ ഡിവൈഡ് ചെയ്യുന്നതല്ല, നമ്മളിപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾ മാട്രസ് എടുക്കാൻ വന്ന് മിക്കവാറും പേരും നമ്മളോട് ഒരു ഐഡിയ ഇല്ലാതായിരിക്കും വരുന്നത്. ഒരു ഐഡിയ ഇല്ല. അവർ വന്നിട്ട് നമ്മൾ ചോദിക്കുന്ന മാട്രസിൻ്റെ പ്രൈസ് എത്രയാണ്. അപ്പം മാക്സിമം അവർക്ക് അതിൻ്റെ സൈസ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ രീതിയിലുണ്ട് അങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ നമ്മുടേതായ രീതി ചെയ്തേക്കെന്ന് വെച്ചാൽ മാട്രസിനെ ഒരു 3-4 ഡിവൈഡ് ചെയ്തു. അതിനകത്ത് എത്രയൊക്കെ അത് സ്പ്രിംഗ് മാട്രസ്, നമ്മുടെ കൊയർ മാട്രസ്, ഫോം മാട്രസ്, ലാറ്റക്സ് മാട്രസ്, ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. അതിൽ തന്നെ സ്പ്രിംഗ് മാട്രസിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതാണ് ഇപ്പോൾ ഈ ഇവിടുന്ന് ഇങ്ങനെ ഈ കാണുന്ന ഒരു കുറച്ച് മാട്രസുകൾ പോക്കറ്റഡ് സ്പ്രിംഗ് മാട്രസ് അല്ലേ? അതെ. അതെന്താ സംഭവം? ഈ പോക്കറ്റഡ് സ്പ്രിംഗ് മാട്രസ് എന്ന് പറഞ്ഞാൽ അത് ഇതിനകത്തിരിക്കുന്ന ഓരോ സ്പ്രിങ്ങും ഇൻഡിവിജ്വൽ പോക്കറ്റിലായിരിക്കും. അടുപ്പിച്ചടുപ്പിച്ച് സ്പ്രിങ് ഉണ്ടാവും. ആ സ്പ്രിങ് എല്ലാം ഓരോന്നും ഓരോ പോക്കറ്റിലായിരിക്കും. അതിന് തൊട്ടടുത്തിരിക്കുന്ന സ്പ്രിങ്ങുമായിട്ട് ഒരു രീതിയിലുള്ള കണക്ഷൻ ഉണ്ട്. എല്ലാം ഇൻഡിവിജ്വലാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഏത് ഷേപ്പിലാണെങ്കിലും ഏത് വെയിറ്റ് ആണെങ്കിലും നമ്മൾ ഏത് പൊസിഷനിൽ കിടന്നാലും എല്ലായിടത്തും നമുക്ക് ഒരുപോലെ സപ്പോർട്ട് വരും. അതാണ് ഈ പോക്കറ്റഡ് സ്പ്രിംഗ് മാട്രസ്. ആ മാട്രസ് അതെല്ലാം അങ്ങനെ തന്നെയാണ് അല്ലേ? ആ അറ്റം മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന അവിടം വരെയുള്ളത് പോക്കറ്റഡ് സ്പ്രിംഗ് മാട്രസിൻ്റെ ഒരു 5 മാട്രസാണ് ഡിസ്പ്ലേ ചെയ്തത്. ഇവിടെ ഈ സൈഡിൽ കാണുന്നത് ബോണൽ സ്പ്രിംഗ്. ബോണൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പം, നമ്മുടെ സോഫയ്ക്കകത്തൊക്കെ ഉണ്ടായിരുന്ന സ്പ്രിംഗ് ഉണ്ട്, ആ സ്പ്രിംഗ്. അതിനകത്ത് എല്ലാ സ്പ്രിങ്ങും മെറ്റൽ വയർ കൊണ്ട് കണക്റ്റഡാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു വെയിറ്റ് കൊടുത്താൽ, ഇപ്പോൾ സാർ ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്, ഇവിടെ ഒരു വെയിറ്റ് കൊടുത്താൽ അവിടെ ഇരിക്കുന്ന ആളും കിടന്നിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ 2 പേര് കിടക്കുക, ഇപ്പോൾ ഒരു വർക്കിംഗ് കപ്പിൾസ് ആണെങ്കിൽ, ഇപ്പോൾ ഒരാൾ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ ആയിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് ഉറക്കം കിട്ടുന്നില്ല, ആ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മറ്റേ ആൾക്കും അത് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതേസമയം ഇതിൽ ഇപ്പം 2 പേര് കിടക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് പോവുമോ, ഇനി ഡിസ്റ്റർബ്ഡ് ആണോ, അല്ലെങ്കിൽ ഇനി ഒരു കൊച്ചു പിള്ളേർ ഒന്ന് ചാടി മറിഞ്ഞാൽ പോലും അവിടെ ഒരു മൂവ്മെൻറ്റ് വരത്തില്ല. അതാണ് ഈ പോക്കറ്റ് സ്പ്രിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ അതിൻ്റെ നമുക്ക് ബോഡി ഏത് ഷേപ്പിലാണെങ്കിലും നമ്മുടെ ഷേപ്പിനൊത്ത് ഈ മാട്രസ് ഫ്ലെക്സിബിളായി നമുക്ക് അഡ്ജസ്റ്റ് നടുവേദന കാര്യങ്ങൾക്ക് സപ്പോർട്ട് വരും. പിന്നെ നടുവേദനയുടെ കാര്യം പറഞ്ഞാൽ, നടുവേദന ഉള്ളവർക്ക് ശരിക്കും സ്പ്രിംഗ് മാട്രസുകൾ അത്ര നല്ലതല്ല. കാരണം നടുവേദന ഉള്ളവർക്ക് കുറച്ച് ഫേം ആയിട്ടുള്ള മാട്രസ് ആയിരിക്കും എപ്പോഴും നല്ലത്, ഹാർഡായിട്ടുള്ള. അതായത് നമ്മൾ പണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ പണ്ട് ഒരു കട്ടിലേൽ ഒരു പായ വിരിച്ച് കിടക്കുക എന്ന് പറയുന്ന അതേ കൺസെപ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി തന്നെ ഉണ്ടാക്കിയേക്കുന്ന മാട്രസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ മാട്രസിൻ്റെ ബേസ് ഹാർഡ്. പ്രത്യേകത എന്താ? അതിൻ്റെ ബേസ് എല്ലാം ഹാർഡ് മെറ്റീരിയൽ ആയിരിക്കും, റീബോണ്ടഡ് ഫോം എന്ന് പറയും. അതിന് മേളിൽ നമ്മുടെ ഈ സ്കിന്ന് മസിൽ വരെയുള്ളവർക്ക് സപ്പോർട്ട് തരാൻ വേണ്ടി സോഫ്റ്റ് ഫോം അതിന് മേളിൽ ലേ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്കിന്ന് മസിൽ വരെയുള്ള കാര്യങ്ങൾ അതിൽ പോവും. ബാക്കി നടുവിൻ്റെ കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് റീബോണ്ടഡ് ഫോം. പിന്നെ കൊയർ മാട്രസ് അറിയാമല്ലോ, നമ്മൾ പണ്ട് പോലെ വീടുകളിൽ ട്രഡീഷണൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ നമുക്കൊരു 5 വെറൈറ്റി ഉണ്ട്. അതിൽ അവിടെ പ്രീമിയം മുതൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോം മാട്രസ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഒരു AC റൂമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. കാരണം റബ്ബറൈസ്ഡ് കൊയറിനേക്കാളും കുറച്ചുകൂടെ ചൂട് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഹീറ്റ് എമിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള സാധനമാണ് ഫോം. അത് കുറച്ച് AC റൂംസ്, റിസോർട്ട്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാലും എന്തൊക്കെ ടൈപ്പ് മാട്രസ് അല്ലേ? ഒത്തിരി ടൈപ്പ് ഉണ്ട്. നമ്മൾ ഈ ഉറങ്ങാൻ ചെല്ലുമ്പോൾ ഇതുവല്ലോ ഓർക്കും. അതെ, നമുക്ക് വരുന്ന ഒത്തിരി പേര് നമ്മളോട് ഒന്നെങ്കിൽ ജസ്റ്റ് പ്രൈസിലായിരിക്കും തുടങ്ങുന്നത്, അല്ലേ പറയും എനിക്ക് റിസോർട്ടിൽ കിടക്കുന്ന പോലത്തെ മാട്രസ് വേണം. ആ ഒരു കംഫർട്ട്, അതായത് ഉദ്ദേശിക്കുന്നത് റിസോർട്ടിൽ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ നമ്മൾ കിടക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും. ആ മാട്രസ് വേണം. പക്ഷേ അത് ഒരിക്കലും നമുക്ക് വീടുകൾക്ക് പറ്റുന്ന മാട്രസ് അല്ല. നമ്മൾ റിസോർട്ടുകൾക്ക് മാട്രസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ മാട്രസ് ഒരിക്കലും നമുക്ക് വീടുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. കാരണം അത് വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളൊരു റിസോർട്ടിൽ പോയാൽ മാക്സിമം 2 അല്ലെ 3 ദിവസത്തിൽ കൂടുതൽ അവിടെ കിടക്കുന്നില്ല. അപ്പോൾ ആ 3 ദിവസം നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ആ മാട്രസിൽ നമ്മൾ അടുപ്പിച്ച് ഒരു 2-3 മാസം കിടക്കുമ്പോൾ നമ്മുടെ നടു പ്രശ്നമാവും. അതുകൊണ്ട് എപ്പോഴും സോഫ്റ്റ് പ്ലസ് സപ്പോർട്ട് തരുന്ന മാട്രസുകളായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. പിന്നെ ഓരോ ഏജ് ഗ്രൂപ്പിന്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ ഫേം ആയിട്ടുള്ള മാട്രസ്, കുറച്ച് യങ്സ്റ്റേഴ്സിന് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മാട്രസ്, അങ്ങനെ ഒത്തിരി ടൈപ്പ് മാട്രസ് വരുന്നത്. അല്ല, താങ്കൾ മുമ്പ് ഒരു കസ്റ്റമറിനോട് സംസാരിക്കുന്നത് കേട്ടു, 23 ടൈപ്പ് അല്ലാതെ
മാട്രസ് 23 ടൈപ്പ് ഉണ്ടെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതല്ലാതെ ഇനി താങ്കൾക്ക് എന്താണ് ആവശ്യം അത് ഞാൻ ചെയ്തു തരാമെന്ന് പറയാം. അതാ അപ്പോൾ നമ്മൾ ഈ 23 മാട്രസ് കൊണ്ട് നമ്മുടെ ഈ 42 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് കസ്റ്റമറുടെ റിവ്യൂ അനുസരിച്ച് കസ്റ്റമർ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകുന്നത്, അല്ലെ അവർ നമ്മുടെ ഫീഡ്ബാക്ക് രണ്ടാമത് വരുമ്പം എനിക്ക് ആ ടൈപ്പ് മാട്രസ് വേണം, അല്ലെ അങ്ങനെ വേണം, അങ്ങനെ അവരുടെ ചിലപ്പോൾ അവർ പറയും എനിക്കത് കുറച്ചുകൂടെ ഫോം ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു, അങ്ങനെയുള്ള സജഷൻസിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്ത ഒരു മോഡലാണ് 23 മോഡൽ പറയുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അപ്പോൾ അവർ വന്നിട്ട് പറയുകയാണ് ഓക്കെ ഇപ്പോൾ 2 പേര് കിടക്കുക, അപ്പോൾ എനിക്ക് പറയും ഈ മാട്രസ് ഓക്കെയാണ്, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ അതിൽ സോഫ്റ്റ് വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ മെമ്മറി ഫോം ആഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലാറ്റക്സ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട്. കാരണം നമ്മൾ അവരോട് അധികം പറയട്ടെ, കാരണം ഓൾറെഡി യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ച് എല്ലാ പ്രൊഡക്റ്റിനെ പറ്റി അവർക്ക് വ്യക്തമായ ധാരണ. പക്ഷേ എന്നാലും നമ്മൾ ഒരിക്കലും ഈ ഓൺലൈൻ ചെയ്യുന്നതും പ്രാക്ടിക്കലും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുകൂടാതെ അവർക്ക് വേണ്ട മാട്രസ്, അപ്പോൾ അവർ പറയുകയാണ് ഇപ്പോൾ ഈ മാട്രസ് കിടന്ന് നോക്കിയിട്ട് ഇതിലെനിക്ക് കുറച്ചുകൂടെ ഫോം ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഫോം വേണ്ട, അല്ലെങ്കിൽ ഈ ബഡ്ജറ്റ് കുറച്ചുകൂടെ താക്കണം, അങ്ങനെ എന്ത് രീതിയിൽ പറഞ്ഞാലും അവർ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നപ്പോൾ എന്നെ ആകർഷിച്ചൊരു സംഭവം, ഇപ്പോൾ നമ്മൾ ഒരുപാട് ബെഡുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നു, തൊട്ട് മുകളിൽ ഒരു LED ബോൾ പോലെ കുറേ ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഇട്ട് ബെഡിൻ്റെ പടമൊക്കെ കാണിച്ചത് എന്താണ് ജോസ്? അതായത് നമ്മളിത് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മാട്രസ് നമ്മൾ ഷീറ്റൊക്കെ വിരിച്ച് ഇട്ടേക്കും. അപ്പോൾ നമ്മൾ കടകളിൽ ചെല്ലുന്ന പോലെയാണ് ഇതിനകത്ത് എന്താണെന്ന് ഒരു കാരണവശാലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് ഓരോ മാട്രസിനും അതിൻ്റെ ഉള്ളിലെ ലെയറുകൾ എന്താണെന്നും അത് എന്തുകൊണ്ടാണെന്നും അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പിക്ചറാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ നമ്മളൊരു സ്കാൻ ചെയ്യുന്ന പോലെ ഇപ്പം നമ്മളൊരു മാട്രസിൻ്റെ ഒരു സെക്ഷൻ എടുത്താൽ അതിനകത്ത് വരുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു അണുവിട മാറാതെ ആണ് നമ്മൾ എല്ലാ മാട്രസും ചെയ്യുന്നത്. അപ്പം ഓരോ മാട്രസിനും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അത് കണ്ടിട്ട് നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. ആ ഒരു അതിനുവേണ്ടി ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. അതൊരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഐറ്റം, ഇപ്പോഴത്തെ ആർക്കിടെക്റ്റുകളൊക്കെ വീടുകളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രീതിയിലേക്ക് ആയിരിക്കും ചെയ്യുന്നത്, മനോഹരമായിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പം അതിൻ്റെ അളവുകൾ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് ലൈറ്റ് കിട്ടത്തക്ക രീതിയിലേക്ക് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ഫർണിച്ചർ ഡിസൈൻ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഈ കട്ടിൽ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോഴും ചിലപ്പോൾ അതിൻ്റെ അളവുകൾ പഴയ രീതിയിലൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ കട്ടിലിൻ്റെ അളവ് അനുസരിച്ച് നമുക്ക് ബെഡുകൾ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. ഇപ്പോഴത്തെ ആർക്കിടെക്ട്സ് പ്രത്യേകിച്ച് അവർ ഒരാളുടെ കൺവീനിയൻസ് എത്രത്തോളം കൂട്ടാവും ആ രീതിയിൽ. അപ്പോൾ അത് കിടക്കുന്ന ആൾക്കാരുടെ എണ്ണം, അവരുടെ സൈസ്, അതുപോലെ ആ റൂമിൻ്റെ സ്പേസ്, ആ പ്ലോട്ടിൻ്റെ അളവനുസരിച്ചൊക്കെ ആയിരിക്കും റൂം സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പം നോൺ സ്റ്റാൻഡേർഡ് സൈസ് കട്ടിൽ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കട്ടിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അവർ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ സൈസാകുന്നൊരു മാട്രസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് അതൊരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. കാര്യം എന്താ പറയുക, ഇതേപോലെ ഷേപ്പ് അളവല്ലാത്ത ഒരു കട്ടിൽ അദ്ദേഹത്തിന് ഇത് കിട്ടി, പക്ഷേ ബെഡുകളൊന്നും കിട്ടുന്നില്ല. അതെ നമുക്ക് ഒരു മാറ്ററേ അല്ല, നമുക്കത് ഏത് ഷേപ്പിലോ ഏത് അളവിലോ. അപ്പോൾ അതിന് സൊല്യൂഷൻ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഈ മാട്രസ് കണ്ടോ, ഇത് ശരിക്കും വീടുകൾക്ക് ആപ്റ്റായ ഒരു ഷേപ്പ് അല്ല, നമ്മുടെ ഷോറൂം ആയതുകൊണ്ട് നമ്മളൊരു ഡിഫറെൻറ്റ് മോഡൽ ചെയ്ത് വെക്കുന്നത്, വെറൈറ്റി മോഡൽ. അതെ. അപ്പം ചിലപ്പം ഇതുപോലെ റൗണ്ട്, ചിലപ്പോൾ ഈ സൈഡ് ഇങ്ങനെ കോർണറായിട്ട്. വീടുകൾക്ക് നമുക്ക് പറ്റില്ല. വീടുകൾക്ക് ഇത് കംഫർട്ടബിൾ അല്ല. വീടുകൾക്ക് ചിലപ്പം ഈ സ്ക്വയർ തന്നെ ചിലപ്പോൾ ഇതിൻ്റെ സൈസ് സ്റ്റാൻഡേർഡ് സൈസ് അല്ലാതെ കുറച്ച് കുറഞ്ഞു കൂടി, അതുപോലെ ചിലപ്പോൾ ഈ ഏതെങ്കിലും കോർണറൊക്കെ വരുന്ന കോർണർ കട്ട് ചെയ്ത്, അതുപോലെ ചിലപ്പോൾ ഈ ബുക്ക് ഷെൽഫൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഏത് ടൈപ്പ് തന്നെയാണെങ്കിലും നമുക്കതൊരു മാറ്ററല്ല. നമ്മൾ ഏത് സൈസ് ആണെങ്കിലും ഏത് ടൈപ്പ് ആണെങ്കിലും ഈ പറഞ്ഞ ഏത് മോഡലിലും നമുക്ക് ഫാക്ടറി എവിടെയാണ്? അപ്പോൾ നമ്മുടെ ഫാക്ടറി ഇവിടുന്ന് പാതുവ എന്ന് പറയും, അതായത് കോട്ടയം ജില്ലയിൽ തന്നെ കിടങ്ങൂരിനും അയർക്കുന്നതിനും ഇടയ്ക്കായിട്ട് കുറച്ച് ഉള്ളിലോട്ട് കയറി പാതുവ. അവിടെയാണ് നമ്മളിതിന്റെ നിർമ്മാണങ്ങളൊക്കെ. അവിടെയാണ് നമ്മളിപ്പോൾ റൂമിന്റെ സൈസ് അനുസരിച്ച് മാട്രസ് റെഡിയാക്കി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതിന് എത്ര ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവും? എത്ര ദിവസം വേണ്ടി വരും നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മാട്രസ് ഒരു 1 ഡേയിൽ ഏത് സൈസും നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും കടകളുടെ ഓർഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമറുടെ ചിലപ്പോൾ കമ്മിറ്റഡ് ആണെങ്കിൽ അവരോട് പറഞ്ഞൊരു സമയം ഉണ്ടാവുമല്ലോ. എന്നാലും മാക്സിമം 1 അല്ലെങ്കിൽ 2 ഡേയ്സിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ശരി. അതൊരു വെറൈറ്റി സംഭവമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി എടുത്തത്. അതൊരു പില്ലോയാ. നമുക്ക് നോർമലി നമ്മുടെ പോളിസ്റ്റർ ഫൈബറിൻ്റെ പില്ലോ തന്നെ നമുക്ക് ഉണ്ട്, പല സൈസ് അവൈലബിൾ ആണ്. ഇതൊരു ത്രോ പില്ലോ എന്ന് പറയും, കട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ കാറിൻ്റെയൊക്കെ ബാക്ക്, ചെയർ ബാക്കായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ പില്ലോ മുതൽ പല 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 അളവിലുള്ള പില്ലോ ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മുടെ സെയിം മെറ്റീരിയൽ നമ്മൾ ട്രഡീഷണൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനതൊരു നാച്ചുറൽ ലാറ്റക്സ് ആണ്. ഈ ഒരു പില്ലോയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിന് ഇങ്ങനൊരു ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പൊക്കമുള്ള പില്ലോ വെക്കുമ്പോൾ നമ്മുടെ കഴുത്ത് ഇങ്ങനെയാവുകയാണ്. അപ്പോൾ നമുക്ക് നെക്കിനൊക്കെ പെയിൻ എടുക്കും. പക്ഷേ ഈ ഒരു പില്ലോ വെച്ചാൽ ഈ പില്ലോ വെക്കുന്ന അതേ സപ്പോർട്ട് നമുക്ക് കഴുത്തിന് കിട്ടും, പക്ഷേ തല നേരെ തന്നെ ഇരിക്കും.
അപ്പം ഈ നടുവേദനയുള്ളവർക്കും ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ നെക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ വളരെ ഭയങ്കര യൂസ്ഫുൾ. അതുപോലെ എത്ര വർഷം കഴിഞ്ഞാലും ഈ സാധനം സാഗ് ചെയ്ത് പോകില്ല. ഇത് 100% നാച്ചുറൽ ലാറ്റക്സ് ആണ്. അപ്പോൾ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു പില്ലോയെ പറ്റി നമ്മൾ ചിന്തിക്കരുത്. അത്രയും കംഫർട്ടബിൾ തരുന്ന ഒരു പില്ലോയാണ്. ശരി. അതേപോലെ നമുക്ക് വെറൈറ്റി കർട്ടൻസ് ഒക്കെ ഉണ്ടല്ലേ? കർട്ടൻസ് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഏത് അവൈലബിൾ ആണല്ലോ. നമ്മളിപ്പം ബ്ലൈൻഡ്സ് അങ്ങനത്തെ കർട്ടൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ ഹൗസ് നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. ശരി. അപ്പം അതേപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മാട്രസ് കൂടാതെ കട്ടിലുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടോ? കട്ടിലുകളും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും തന്നെ നമുക്കുണ്ട്. ഇപ്പം നമ്മൾ കട്ടിലുകളും ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് നമ്മൾ തന്നെ നേരിട്ട് തടിയെടുത്ത് മില്ലിൽ അർപ്പിച്ച് നമ്മുടെ തന്നെ കമ്പനിയിൽ ചെയ്യുന്ന കട്ടിലുകളാണ്. അപ്പോൾ അത് ചെയ്യുന്ന എല്ലാം കുറച്ച് ഉത്തരവാദിത്തോടുകൂടി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കട്ടിലുകൾ. നമുക്കിപ്പം ചീപ്പായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും കട്ടിൽ അത് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു ചീപ്പായിട്ട് ചെയ്യുന്നതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. നമുക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്ന കസ്റ്റമർക്ക് നമ്മൾ ഹാപ്പി ആയിരിക്കണം. നാളെ അവർക്ക് മുഖത്ത് നോക്കത്തക്ക രീതിയിലുള്ള ഒരു കട്ടിലുകളാണ് ചെയ്യുന്നത്. കട്ടിലുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സൈഡ് ടേബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള സൈഡ് ടേബിൾ. അതൊക്കെ നമ്മളൊരു റൂമിൽ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് കൺജസ്റ്റഡ് ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭംഗി കിട്ടുന്നത്. പക്ഷേ നല്ല വീടുകളിലൊക്കെ സെറ്റ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയുള്ളത്. കാര്യം എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ്, എന്താണ് അതേക്കുറിച്ചൊക്കെ പറയാനുള്ളത്? നമുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രൈസ് റേഞ്ച് ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇത്രയും വർഷമായിട്ട് നമ്മൾ ഇപ്പം 42 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നത് മറ്റ് കടകൾക്ക് സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കടകൾക്ക് സപ്ലൈ നമ്മളെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട്. ട്രിവാൻഡ്രം വരെ ഉണ്ട്. ശരി. അപ്പോൾ നമ്മൾ കടകൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1-2 ചെറിയ കമ്പനികൾക്ക് OEM ആയിട്ട് നമ്മൾ അവർക്ക് ചെയ്ത് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് കൊടുക്കുന്ന അതേ പ്രൈസിന്, ആ പ്രൈസിന് തന്നെയാണ് നമ്മളിവിടെ ഒരു മാട്രസ് എടുത്താലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശരി. കാരണം അങ്ങനെ ഒരു ചിന്ത വന്നത് നമ്മൾ ശരിക്കും കോവിഡിൻ്റെ സമയത്താണ്. നമ്മൾ കോവിഡിൻ്റെ സമയത്ത് അതുവരെ നമ്മൾ റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. കോവിഡിൻ്റെ സമയത്താണല്ലോ മലയാളികൾക്ക് ഒരുപാട് ചിന്തകൾ. അതെ ചിന്തകൾ. അതെ തീർച്ചയായും. നമ്മൾ കോവിഡിൻ്റെ അതിന് മുന്നേ വരെ നമ്മൾ റീറ്റെയിൽ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് കടകളില്ലാത്തപ്പോൾ ആൾക്കാർ നമ്മളെ അന്വേഷിച്ച് അത്രയും ഉള്ളിൽ വരാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു സാധ്യതയെപ്പറ്റി മനസ്സിലാക്കി. കാരണം നമുക്ക് ആ പ്രൈസിന് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിച്ചാൽ അവർക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഒരു മാന്യമായ മാർജിൻ കമ്പനിയിൽ പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അതിന് പുറത്തൊരു അഡീഷണൽ മാർജിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് എത്രത്തോളം നമ്മുടെ ചിലവ് നമുക്ക് കിട്ടിയാൽ മതി. നമുക്ക് ഒരു മിനിമം മാർജിൻ ഇല്ലാതെ ഒരു ബിസിനസ്സും ഓടിപ്പോകത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു മാർജിൻ നമ്മൾ കമ്പനിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മതി. നമുക്ക് ഇവിടെ ആ മാർജിനിൽ തന്നെ നമുക്ക് ഇവിടെ സെയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് കസ്റ്റമർക്ക് ഒരുപാട് പ്രൈസ് കുറച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് EMI സംവിധാനമൊക്കെ ഉണ്ടോ? EMI ചെയ്യാൻ പറ്റും. ബജാജ് ഫിനാൻസിൻ്റെ കാർഡുള്ളവർക്ക് നമുക്ക് സ്പോട്ടിൽ ചെയ്യാൻ പറ്റും. അവരുടെ ലിമിറ്റ് അനുസരിച്ചും കാര്യങ്ങളനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വെസ്റ്റേൺ മാട്രസിൻ്റെ വളരെ വിശദമായ കാര്യങ്ങൾ നൽകിയ താങ്കൾക്ക് പ്രത്യേക നന്ദി പറയുകയാണ്. അപ്പോൾ സുഖകരമായ ഉറക്കം മനുഷ്യൻ സ്വപ്നം കാണുമ്പോൾ വെസ്റ്റേൺ മാട്രസിൻ്റെ സൂപ്പർ സ്റ്റോർ നിങ്ങൾ സന്ദർശിക്കണം. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഞാനും ഒന്ന് ഉറങ്ങിയിട്ട് വരാം. സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി. താങ്ക് യു.